ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുറൻ കണ്ടു കഴിഞ്ഞ് അതിമനോഹര താഴ്വരയായ ലോട്ടർബെർണൻ വാലിയിലേക്കുള്ള കേബിൾ കാറിലുള്ള മടക്കയാത്രയാണ്. നമ്മൾ മൗണ്ടൻ ട്രെയിനിൽ മുറൈനിൽ നിന്ന് ഗ്രൂട്ട്സെൽപുരയും വന്നു. ഗ്രൂട്ട്സെൽഫിൽ നിന്നാണ് നമ്മൾ ലോട്ടർബെർണനിലേക്ക് കേബിൾ കാറിൽ താഴോട്ട് ഇറങ്ങുന്നത്. നമ്മളിപ്പം കേബിൾ കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ രാവിലത്തെ പോലെയല്ല, ഇപ്പോൾ അന്തരീക്ഷം ക്ലിയർ ആയിട്ടുണ്ട്. വളരെ മനോഹരമായ ഇതാണ് താഴോട്ട് പോകുന്ന കേബിൾ കാർ എന്ന് പറയുന്നത്. ഒരു പെട്ടി പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ആദ്യമേ ചില്ലിൻ്റെ അടുത്ത് സൈഡിൽ വന്ന് നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. അവിടെ കുറച്ച് പിള്ളേരും ലേഡീസൊക്കെ ഓക്യുപ്പൈ ചെയ്തു. ഓൾറെഡി നമ്മൾ പുറകിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വെട്ടിയിട്ട് നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൈ പിടിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ബാലൻസ് പിടിച്ച് നടക്കുമെന്ന് കയ്യിൽ ക്യാമറയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടപ്പോഴത്തേനും ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ ഇവിടുത്തെ ദൃശ്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല. ഇപ്പോഴാണ് മഞ്ഞ് മാറി, മഴയെല്ലാം മാറി, മഞ്ഞൊക്കെ മാറി ഇവിടുത്തെ ആ സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ അവിടെ ഒരു മലയുടെ ഇടഭാഗത്തായിട്ട് ഒരു ചെറിയ ഗ്രാമം കാണുന്നുണ്ട്. അതാണ് വെൻഗൻ എന്നുള്ള. നമ്മളിപ്പോൾ ആ മരമൊക്കെ നിൽക്കുന്നതിന് താഴെയുള്ള ഭാഗമേ ഉള്ളൂ ലോട്ടർബെർണൻ. അതിന് മുകളിലുള്ള ഇടഭാഗത്തുള്ള ആ ഒരു ഗ്രാമത്തിനെ വെൻഗൻ എന്നാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. അതാ ഒരു മലയുടെ ഓൾമോസ്റ്റ് പകുതിക്ക് മുകളിലായിട്ടാണ് ആ ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേ നിൽക്കുന്ന മതാമാർ അവിടെ ഒരാളുടെ ഒരു സാഹിബിൻ്റെ കൊച്ചിനെ തട്ടിയെന്നാണ് പറയുന്നത്. കൈകൊണ്ട് തട്ടിയെന്ന് പറഞ്ഞ് ഒരു ചെറിയ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നിങ്ങളെ ലൈവായിട്ട് അതോടെ കേൾപ്പിക്കുന്നുണ്ട്. I tell you, don't push my daughter. Tell my daughter not to push her. You came to push her because you first pushed me, and I was silent. You pushed me with your elbow. Yes, I was silent. Now you're pushing my daughter, and that's I can't enjoy the video. You're pushing my daughter, and I make sure you don't enjoy either with your video. Yeah, okay. Yeah. ഓക്കെ, ഇത് നല്ല കാഴ്ചകൾ നമ്മൾ ക്ലിയറായപ്പോൾ, അന്തരീക്ഷം ക്ലിയറായപ്പം നല്ല കാഴ്ചകളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ട ആൾക്കാരെ അറിയാതെ മുന്നിലിരിക്കുന്നവർ തട്ടിയതായിരിക്കാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ അതിനെല്ലാം നമ്മൾ താഴോട്ടാണ്, കുത്തനെ ഇറക്കമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇവിടെ കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഷേക്കിംഗ് ഒക്കെ വരുന്ന സ്ഥലം വരുമ്പോഴത്തേനും നമ്മൾ കൈ പിടിച്ച് ക്യാമറ താഴോട്ടാക്കി കൈ പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ദേഹത്തോട്ട് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആകും. നമ്മൾ ഏതാണ്ട് താഴത്തെ സ്റ്റേഷനോട് അടുക്കുവാണ്. ഇപ്പം നമ്മൾ ആ പുൽമേടുകളൊക്കെ, ലോട്ടർബെർണനിലെ പുൽമേടുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. കെട്ടിടങ്ങളും പുൽമേടുകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ താഴെ ഗ്രൗണ്ടിലെത്തി. അവിടെ നമ്മൾ വഴിയിൽ നിന്നുള്ള ആ ഇറങ്ങിയ ഭാഗത്ത് കേബിൾ കാർ ഇറങ്ങി വെളിയിൽ വന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊന്ന് ഒപ്പിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മളെ ഫ്രണ്ടിൽ കാണുന്നത് ഇവിടുത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ ഒന്നും കാണാൻ മേലായിരുന്നു. മുഴുവൻ മൂടൽമഞ്ഞായിരുന്നു. ഇപ്പോഴാണ് അന്തരീക്ഷമൊക്കെ ഒന്ന് ക്ലിയർ ആയത്. ആ ചെരുവിലെല്ലാം വീടുകളുണ്ട്. നിറയെ പുൽമേടുകളാണ്. പല സ്ഥലങ്ങളിലും പശുക്കളെ വളർത്തുന്നുണ്ട്. പശുവിൻ്റെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. അതിൻ്റെ അമർച്ചയൊക്കെ കേൾക്കാമെന്നാണ് പറയുന്നത് പല സമയങ്ങളിലും. നമ്മൾ നേരെ കാണുന്ന ആ ഒരു വീടിൻ്റെ സൈഡിലൊക്കെ പശുവിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഈ കുത്തനെ വെട്ടി ഇറക്കിയ പോലെയുള്ള മല ചെരുവുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ലോട്ടർബെർണൻ എന്ന് പറയുന്ന രണ്ട് മലകളുടെ ഇടയിലുള്ള
ആ ഒരു മലഞ്ചെരുവിനെയാണ് ലൗട്ടർബാഡൻ എന്ന് പറയുന്നത്. ഇതാണ് ലെഫ്റ്റ് സൈഡിലത്തെ മല. വലിയ ആൽപ്സിലെ ഏറ്റവും വലിയ കൊടുമുടികളൊക്കെ അവിടെയാണ്. റൈറ്റ് സൈഡിലാണ് നമ്മളിപ്പം കാണുന്ന റൈറ്റ് സൈഡിലെ സ്ഥലമാണ് നമ്മൾ മുമ്പേ കയറിയ മൊറൈൻ എന്ന് പറഞ്ഞ ഗ്രാമമൊക്കെ റൈറ്റ് സൈഡിലെ മലയുടെ മുകളിലായിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള ഈ ഒരു കുറച്ച് കുറേ വീതിയുള്ള പ്രദേശത്തെ താഴ്വരയാണ് ലൗട്ടർബാഡൻ താഴ്വര എന്ന് പറയുന്നത്. നമുക്ക് ഈ ലൗട്ടർബാഡൻ താഴ്വര നമ്മൾ ഇവിടെ ഇറങ്ങി നിന്നപ്പോഴുള്ള ലൗട്ടർബാഡൻ താഴ്വരയുടെ കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത വീഡിയോകളിലാണ് ലൗട്ടർബാഡനിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാൻ പോകുന്നത്. നമ്മളിപ്പം കാണുന്ന ആ മുൻവശത്ത് കാണുന്ന റൈറ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മൾ മുമ്പേ കയറിയ മൊറൈൻ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൻ്റെ അവിടുത്തെ ആ ഒരു പിന്നെ മലയെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങേ സൈഡിൽ കാണുന്നതാണ് ജങ്ഫ്രോവ്, മോഞ്ച്, ഐഗർ എന്നൊക്കെയുള്ള ഈ യൂറോപ്പിലെ ആൽപ്സിലെ വലിയ പർവ്വത ശൃംഗങ്ങളൊക്കെയുള്ള ആ മലനിര എന്ന് പറയുന്നത്. അതിനകത്ത് ജങ്ഫ്രോ ആണ് യൂറോപ്പിലെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി. ഈ ആൽപ്സിൻ്റെ ഏറ്റവും പൊക്കം കൂടിയ കൊടുമുടി ജങ്ഫ്രോ ആണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് ഒരു 2-3 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ ശരിക്കും ലൗട്ടർബാഡനിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ലൗട്ടർബാഡൻ വളരെ സുന്ദരമാണ്. ഈ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് താഴ്വരകളൊന്നായിട്ട് വാലിയായിട്ടാണ് ഈ ലൗട്ടർബാഡൻ അറിയപ്പെടുന്നത്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കാണുന്നതാണ് അവിടുത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.